ഈ താക്കോലൊന്ന് കയ്യിൽ വെച്ച് ഞാൻ അകത്ത് പോയി ഈ മണ്ണും ചെളിയൊക്കെ ഒന്ന് കഴുകിക്കളഞ്ഞ് ഒന്ന് കുളിച്ച് ഫ്രഷ് ആയിട്ട് വരാം. തപ്പടി ചെളിയായിരിക്കുവാ. അതെ, താക്കോല് സൂക്ഷിച്ചോണേ. ഓ, അത് പിന്നെ പറയാനുണ്ടോ? നീ സമാധാനമായിട്ട് കുളിച്ച് റിലാക്സ് ആയിട്ട് വന്നാ മതി. അതുവരെ ഞാൻ ഈ താക്കോല് സൂക്ഷിച്ചോളാം. താങ്ക്സ്. ചെല്ല്, പോയി കുളിച്ചിട്ട് വാ. ഈ താക്കോൽ എന്റെ കൈ വരാൻ ഞാൻ എത്ര കാലമായിട്ട് ആഗ്രഹിക്കുന്നതാ. അവൾ ഇതെന്റെ കയ്യിൽ അബദ്ധത്തിൽ തന്നതാണെങ്കിലും ഇതുകൊണ്ട് ഞാനൊരു കളി കളിക്കും. എന്തായാലും ഞാൻ ദുബായിക്ക് പോവാണല്ലോ. അവിടെ ചെന്നിട്ട് വേണം ഇഷ്ടം പോലെ ഗോൾഡും കോസ്മെറ്റിക്സും വാങ്ങാൻ. അതിന് കാശ് വേണം. ഇവിടുത്തെ അലമാരിയില് കെട്ടുകണക്കിന് പണം ഉണ്ടെന്ന് എനിക്കറിയാം. അതിന്ന് കുറച്ച് ഞാൻ അടിച്ചു മാറ്റും. അതിന് ഈ താക്കോൽ എനിക്ക് ആവശ്യമുണ്ട്. അവള് വരുന്നതിന് മുൻപ് ഈ താക്കോലിന്റെ ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാക്കാനുള്ള വഴി നോക്കണം. അതിനൊരു വഴിയുണ്ട്. നിങ്ങളുടെ ചെടികൾക്ക് വെള്ളം ഒഴിക്കാൻ വേണ്ടി പോയതുകൊണ്ടാ ഞാൻ ഈ കോലത്തിലായത്. ഓഹോ, പക്ഷെ കണ്ടാൽ പട്ടിയെ കുളിപ്പിച്ചിട്ട് വന്നതാണെന്നേ പറയൂ. എന്റെ വാഷ്റൂം നശിപ്പിക്കാൻ ഞാൻ സമ്മതിക്കില്ല. ഹലോ ഹലോ ഹലോ, സോപ്പിട്ട് കഴുകിയാ പോകാവുന്ന അഴുക്കേ ഉള്ളൂ ഇത്. അല്ലാതെ നിങ്ങളുടെ മനസ്സിലുള്ള അത്രയ്ക്ക് അഴുക്കും ചെളിയൊന്നും എന്റെ ദേഹത്തില്ല. എന്റെ വാഷ്റൂമില് സോപ്പ് അഴുക്കാവില്ലേ? തൽക്കാലം നീ പുറത്തു കഴുകും. സോപ്പ് അഴുക്കായെങ്കിലേ അതൊന്നുകൂടെ കഴുകി വൃത്തിയാക്കി എടുത്താ മതി. നിന്നെ വെളുപ്പിച്ചെടുക്കാൻ കുറേയേറെ സോപ്പ് വേണ്ടി വരും. പിന്നെ ഞാനെന്ത് ചെയ്യണമെന്നാ? നീ വീട്ടിൽ നിന്നിറങ്ങി നേരെ ഗേറ്റിന് പുറത്തെത്തുക. അവിടുന്ന് നേരെ റൈറ്റ് തിരിയണം. എന്നിട്ട് കുറച്ചുകൂടി മുന്നോട്ട് പോയിട്ട് ലെഫ്റ്റ് തിരിയണം. തിരിഞ്ഞു. നേരെ സ്ട്രെയിറ്റ് ആയിട്ട് പോകുമ്പോ നമ്മുടെ എരുമയെ കുളിപ്പിക്കുന്ന സ്ഥലം കാണാം. അവിടെ നമ്മുടെ ചാക്കപ്പൻ ചേട്ടനുണ്ടാവും. അങ്ങനെ നിന്റെ ഈ ചെളിയൊക്കെ എരുമയെ കുളിപ്പിക്കുന്ന തൊണ്ടുകൊണ്ട് തേച്ചൊരച്ച് കുളിപ്പിച്ച് വൃത്തിയാക്കി തരും. അതെ, ഡിക്ക് എന്റെ വാഷ്റൂമിലുണ്ട്. ഞാൻ നിന്റെ വാഷ്റൂം ഉപയോഗിച്ചോട്ടെ? ഓ, അതിനെന്താ, നീ ഉപയോഗിച്ചോ? താങ്ക്സ്. ആഹാ, ഇത് കൊള്ളാലോ. എനിക്കുള്ള സോപ്പ് ഇവിടെ റെഡിയാക്കി വെച്ചിരിക്കായിരുന്നോ? ഇത് മതി. താങ്ക് യു. ഈ സോപ്പ് ഞാൻ വേറെ സോപ്പ് തരാം. സാരില്ലെന്നേ, ഇതൊക്കെ മതി. അല്ല, സോപ്പ് ഈശ്വര, എല്ലാം പോയി. ആ സോപ്പിപ്പ അവള് നാശമാക്കും. ആ പതിപ്പിച്ചു വെച്ചിരിക്കുന്ന മുദ്രക്ക് ഇപ്പൊ പോകും. സൂര്യ, ഈ കട്ടിലിൽ നിന്ന് എഴുന്നേറ്റിരിക്കാനോ നടക്കാനോ എന്തിന്? നിനക്കൊന്ന് ചലിക്കാൻ പോലും കഴിയില്ലെന്ന് എനിക്കറിയാം. പക്ഷെ നിനക്ക് കേൾക്കാൻ കഴിയും. കുറ്റബോധത്താൽ നീറുന്ന ഒരു മനസ്സുമായിട്ടാ ഞാനിപ്പോ നിന്റെ മുൻപിൽ നിൽക്കുന്നത്. ഞാനാണ് പ്രിയ, നിന്റെ ഭർത്താവിന്റെ ജീവിതത്തിലേക്ക് കടന്നു കയറിയ നിന്റെ ശത്രു. നീ എന്തിനാ ഇവിടെ വന്ന്? അവിനാശിന് ദൂതുമായി വന്നതാണോ നീ? പറയടി, ആര് പറഞ്ഞിട്ടാ നീ സൂര്യ കാണാൻ വന്നത്? ഇല്ല ചേച്ചി,
ഞാൻ തനിയെ വന്നതാ. എന്തിനാ? നിന്നോട് ഞാൻ ചോദിച്ചത് കേട്ടില്ലേ? എന്തിനാ വന്നേന്ന്? ക്ഷമ ചോദിക്കാൻ. അവിനാശ് പറഞ്ഞതല്ല സത്യമെങ്കിൽ ന്യായം അവളുടെ ഭാഗത്തല്ലേ? അപ്പോ തെറ്റ് ചെയ്തത് ഞാനല്ലേ? ഇവക്ക് സംസാരിക്കാൻ പറ്റില്ലെന്ന് എനിക്കറിയാം. എന്നാലും എനിക്ക് സത്യം അറിഞ്ഞേ പറ്റൂ. മിണ്ടാൻ പറ്റിയില്ലെങ്കിലും പറയുന്നത് മനസ്സിലാവുമെന്ന് എനിക്കറിയാം. അതുകൊണ്ടാ എനിക്ക് പറയാനുള്ളതെല്ലാം ഞാൻ അവളോട് പറഞ്ഞത്. ഇപ്പൊ മനസ്സിന്റെ പകുതി ഭാരം കുറഞ്ഞു. ഞാൻ പോട്ടെ ചേച്ചി. പ്രിയ ഇവളോട് എന്തായിരിക്കും പറഞ്ഞത്? അവിനാശിനെ സ്നേഹിക്കുന്നു എന്നായിരിക്കോ? അവനെ മറക്കണമെന്ന് കർശനമായി പറഞ്ഞിട്ട് പോലും പ്രിയ എന്തിനാ സൂര്യ കാണാൻ വന്നത്? ഇപ്പൊ മുറിയിൽ ചെന്ന് നോക്കണം. വെളിയിൽ നിന്ന് ഭക്ഷണം ഓർഡർ ചെയ്ത് വിശന്ന് കാത്തിരിക്കുക താരയും ഗോകുലും. വെളിയിൽ നിന്ന് ഭക്ഷണം ഓർഡർ ചെയ്യുന്നോ? അത് മാത്രമല്ല, ഇപ്പൊ പരസ്പരം നേർക്ക് നേരെ കാണുമ്പോ മുഖം തിരിച്ചു പോകുന്ന തരത്തില് ശത്രുതയിലുമായി. നീ കാരണമാ അതെല്ലാം ഉണ്ടായത്. വായ തോന്നിയത് വെറുതെ പറയില്ലേ, പറഞ്ഞേക്കാം. എന്റെ പൊന്നു ഹിറ്റ്ലറെ, നിങ്ങളിത് വിശ്വസിക്കരുത് കേട്ടോ. ആ ചിത്രയാ ഈ വഴക്കിന് എല്ലാത്തിനും തുടക്കമിട്ടത്. DK നിനക്ക് ഈ വീട്ടിൽ ഒരു സ്ഥാനവും അധികാരവും തന്നു. ഈ വീടിന്റെ ഭരണം നിയന്ത്രിക്കാനുള്ള താക്കോലും തന്നു. പക്ഷേ ഈ ഊണുമേശയിൽ പോലും എല്ലാവരെയും നിയന്ത്രിക്കാനോ ഒരുമിച്ച് നിർത്താനോ നിനക്ക് കഴിഞ്ഞില്ല. ഇതുപോലും സാധിക്കാത്ത നീ ഈ വീടെങ്ങനെ ഒരുമിച്ച് കൊണ്ടുപോകും? DK, ഇങ്ങനെ പോയാൽ ഈ ഊണുമേശയിൽ നിന്ന് മാത്രമല്ല, ഈ വീട്ടിൽ നിന്ന് തന്നെ എല്ലാവരും അകന്നു പോവും. ഒരു ക്ഷേത്രം പോലെ നിങ്ങൾ നെഞ്ചോട് ചേർത്ത് വെച്ച ഈ കുടുംബം ഇവള് കാരണം ചിതറിപ്പോകും. മക്കളും മരുമക്കളും വേറെ വേറെ കൂടുകളിലാവും. നിങ്ങൾ മാത്രം ഇവളോടൊപ്പം ഇവിടെ ഒറ്റയ്ക്കാവും. ഒരു യജമാനത്തി ഏത് ഗോപുരത്തിന് മുകളിൽ നിന്ന് കയറ്റി വെച്ചാലും അവിടെ നിന്ന് വളരെ ഈസി ആയിട്ട് വലിച്ചു താഴെയിടാൻ ഈ മായയ്ക്കറിയാം. നിന്നെ ഈ വീടിന്റെ താക്കോൽ ഏൽപ്പിച്ചാൽ എന്താ സംഭവിക്കുന്നതെന്ന് DK ഇപ്പൊ നേരിട്ട് മനസ്സിലാക്കി കാണും. ഈ വീടിന്റെ താക്കോലിന്റെ ഭാരം നിനക്ക് താങ്ങാൻ പറ്റാവുന്നതിനപ്പുറമാണ്. ഈ വീടിന്റെ അഭിമാനവും ഉത്തരവാദിത്വവും ഇവിടെയുള്ളവരുടെ ഈഗോയും എല്ലാം ചേർന്നതാണ് ആ താക്കോൽ. അത് താങ്ങാൻ നിനക്ക് കഴിയില്ലെന്ന് ഇപ്പൊ മനസ്സിലായില്ലേ? എന്ന് വെച്ചാൽ വളരെ സിമ്പിളായി പറഞ്ഞാൽ, നിന്നെ കൊണ്ട് ഈ വീടിന്റെ ഉത്തരവാദിത്വം ചുമക്കാൻ പറ്റില്ലെന്ന് DKക്ക് മുന്നിൽ ഈ മായ തെളിയിച്ചു. എന്റെ പ്ലാനിംഗ് അല്പം പോലും തെറ്റിയില്ല. ആ പേന കൂടെ കൊടുക്ക്. ലോൺ ക്യാൻസൽ. ഓക്കെ, വാ കേറ്.
കണ്ട എന്റെ ബുദ്ധി കൊണ്ട് IT റെയ്ഡിന് വന്നവരെ വരെ ഞാൻ പറ്റിച്ചു. ഈ ഉദ്യോഗസ്ഥരൊക്കെ വെറും മണ്ടന്മാരാണോ? നമ്മള് പറഞ്ഞതൊക്കെ എത്ര എളുപ്പ വിശ്വസിച്ചത്. അതെ അതെ. അവളിപ്പോ ഒരറ്റത്ത് നിന്ന് പൊളിച്ചെടുക്കാൻ തുടങ്ങിക്കാണും. കാള പെറ്റൂന്ന് കേട്ടാ കയറെടുക്കുന്ന ഐറ്റമാ അവള്. അതുകൊണ്ട് എന്റെ പദ്ധതിയെല്ലാം അവള് വിശ്വസിച്ചിട്ടുണ്ട്. ബാങ്ക് ഉദ്യോഗസ്ഥന്മാരെ ഇപ്പോ അവൾ അവിടെ നിന്ന് ഓടിച്ചു കാണും. ഇനി വരാൻ പോകുന്നത് GST ഓഫീസേഴ്സാ. അത് ബാങ്ക് ഉദ്യോഗസ്ഥരാണെന്ന് അവള് വിശ്വസിക്കുകയും ചെയ്യും. ബാങ്കിൽ നിന്ന് ഉദ്യോഗസ്ഥന്മാരെത്തി. അവരെല്ലാം കാണിക്കണം കേട്ടോ. നമുക്ക് എത്ര സ്വത്തുണ്ടെന്ന് കൃത്യമായിട്ട് അവരോട് പറഞ്ഞേക്കണം. കുറച്ച് കൂട്ടി പറഞ്ഞാലും തിരക്കേടില്ല. അതെ, എങ്കിലേ DKക്ക് ബിസിനസ് ആവശ്യമായ ലോൺ കിട്ടൂ. കുറച്ച് കൂട്ടി തന്നെ പറഞ്ഞു. നമസ്കാരം സർ. നമസ്കാരം. വരണം വരണം വരണം. എക്സ്ക്യൂസ് മീ മാഡം, വി ആർ ഫ്രം. അറിയാം സർ, അറിയാം. നിങ്ങൾ ആരാണെന്നും എന്തിനാണ് വന്നതെന്നും ഒക്കെ ഞങ്ങൾക്കറിയാം. എല്ലാം ഞങ്ങളെ പറഞ്ഞു ഏൽപ്പിച്ചിട്ടാണ് DK ഇവിടെ നിന്ന് പോയത്. നിങ്ങൾക്ക് തരാനുള്ള എല്ലാ വിവരങ്ങളും ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അയ്യോ, സംശയിക്കണ്ട സർ. ഈ വീട്ടിലെ ആസ്തിയുടെയും ബാധ്യതയുടെയും കണക്കെടുക്കാൻ വന്നവരാണ് നിങ്ങളെന്ന് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം. അത് കാണിച്ചാലല്ലേ DKക്ക് നിങ്ങൾ വലിയൊരു തുക ലോണായിട്ട് കൊടുക്കും. പക്ഷെ സാർ, യഥാർത്ഥത്തിൽ നിങ്ങൾ വിചാരിക്കുന്ന പോലെ അല്ല കാര്യങ്ങള്. അതിനേക്കാളൊക്കെ ഒരുപാട് മുകളില DKയുടെ യഥാർത്ഥ ആസ്തി. എന്ന് വെച്ചാ നിങ്ങൾ വിചാരിക്കുന്നതിന്റെ 10 ഇരട്ടി സമ്പത്ത് DKയുടെ കയ്യിലുണ്ട്. ഞാൻ പറയുന്നത് സാറുമാർക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? മനസ്സിലാവുന്നുണ്ട്. കുട്ടി പറഞ്ഞോളൂ. അങ്ങനെ പറ. ദാ സാർ, വാ, പിടിച്ചോണേ. നോക്കിയാട്ടെ, വിശദമായി നോക്ക്. അമരാവതിയുടെ മുഴുവൻ സ്വത്തുക്കളുടെയും ഡോക്യുമെന്റ്സ് ആണിത്. ബാങ്ക് അക്കൗണ്ടുകളുടെ എല്ലാ പാസ്ബുക്കും റെഡിയാക്കി വെച്ചിട്ടുണ്ട്. വേണമെങ്കിൽ അതും എടുത്തു തരാം. വേണോ? ഇതും കൂടി നോക്കിക്കോ സർ. DKയുടെ ബിസിനസിന്റെ ഇതുവരെയുള്ള യഥാർത്ഥ ബാലൻസ് ഷീറ്റാ ഇത്. ഇതൊക്കെ നിങ്ങൾക്ക് തരാൻ ഞങ്ങൾ ഏൽപ്പിച്ചിട്ടാ DK പോയത്. അയ്യോ, ഇത് മാത്രല്ല സാറേ, ഇനിയുണ്ട്. ഗോൾഡ് ആയിട്ടാണെങ്കിൽ വളരെ അധികമുണ്ട്. ഒരു മിനിറ്റ്, ഇപ്പൊ കാണിച്ചു. പിന്നെ മൊത്തം കോയിൻസാ കണ്ട. പിന്നെ സാറുമാരെ, ഇതൊന്നും കണക്കിപ്പെട്ടതല്ല കേട്ടോ. അതെങ്ങനെയാ? എല്ലാം കൂടി ഞാൻ കണക്കിപ്പെടുത്തിയ ഒരുപാട് ടാക്സ് കൊടുക്കേണ്ടി വരത്തില്ലയോ? ഈ പെട്ടി നിറയെ നോട്ട് കിട്ടുക. ഇതൊക്കെ ബാങ്കിൽ സൂക്ഷിക്കാതെ ഇവിടെ സൂക്ഷിച്ചിരിക്കുന്നത് DK തന്നെയാ. ഇവളാ പറഞ്ഞത്. ബാലുവിനെ തിരിച്ചു വിളിച്ച് ഞങ്ങളെ ദുബായിലെ ബിസിനസിന്റെ ചുമതല ഏൽപ്പിക്കാന്ന് പറഞ്ഞത് ഈ ജ്യോതിയാ. സത്യമാണോ ഇത്? ഇനി ബേക്കറി ഈ കേട്ടത് സത്യമാണോന്ന്? സത്യമാണ് DK. മായയും താരയും പറഞ്ഞതെല്ലാം സത്യമാണ്. ഇതിന്റെ പേരിൽ ഗോകുലും താരയും തമ്മിൽ വഴക്കുണ്ടായി. ഗോകുൽ താരയെ അടിക്കുക വരെ ചെയ്തു.
ഇതുവരെ ഈ വീട്ടിൽ നടക്കാത്ത ഒരുപാട് സംഭവങ്ങൾ ഇവിടെ ഉണ്ടായി. ആരും DK ഒന്നും അറിയിച്ചില്ലെന്ന് മാത്രം. അതിബുദ്ധിശാലിയാണിവൾ. അമരാവതിയിലെ മക്കളെയും മരുമക്കളെയും തമ്മിൽ അടുപ്പിച്ച് ഈ വീട് ഒറ്റയ്ക്ക് ഭരിക്കാനുള്ള തന്ത്രമായിരുന്നു ഇത്. സഹോദരങ്ങളെ തമ്മിൽ വേർപിരിക്കാൻ നോക്കി. ഞങ്ങളിൽ ആരെങ്കിലും ഈ വീട് വിട്ട് പുറത്തുപോയി മറ്റൊരു വീട്ടിൽ താമസിക്കുമായിരുന്നെങ്കിൽ അമരാവതിയിൽ DKയും മരുമക്കളും തമ്മിൽ അടിയാണെന്ന് നാട്ടുകാരെ ആക്ഷേപിക്കില്ലായിരുന്നോ? എല്ലാവരെയും ഒന്ന് പറഞ്ഞു സമാധാനിപ്പിക്കാൻ ഞാൻ എത്ര പ്രയാസപ്പെട്ടുവെന്ന് ഈശ്വരനും എനിക്ക് മാത്രം അറിയാം. DKയുടെ മരുമക്കളിൽ ആദ്യം ഈ വീട്ടിലേക്ക് കയറി വന്നത് ഈ ഞാനാണ്. എന്റെ ഭർത്താവും സഹോദരങ്ങളും അവരുടെ ഭാര്യമാരും എല്ലാം സന്തോഷത്തോടെ ജീവിക്കേണ്ടത് ഈ വീട്ടിൽ തന്നെയാണ്. DK സ്നേഹം കൊടുത്ത് വളർത്തിയ ഈ കുടുംബത്തിന്റെ സന്തോഷം കളയാൻ ഞാൻ ആരെ അനുവദിക്കില്ല. അതെന്റെ ഉത്തരവാദിത്വമാണ്. അതുകൊണ്ടാ ഞാൻ എല്ലാവരെയും പറഞ്ഞു സമാധാനിപ്പിച്ചത്. ഇല്ലെങ്കിൽ അനുജന്മാരും അനിയത്തിമാരും എന്നേ ഈ അമരാവതിയുടെ പടി കടന്നു പോവുമായിരുന്നു. DK, നിങ്ങൾ ഇതൊന്നും വിശ്വസിക്കരുത്. മായ പറയുന്നതെല്ലാം കള്ളമാണ്. മനഃപൂർവ്വം ഈ വീടിന് ദ്രോഹം വരുന്ന ഒരു പ്രവൃത്തിയും ഞാൻ ചെയ്തിട്ടില്ല. ഇവിടെയുള്ള എല്ലാവരെയും ഞാൻ എന്റെ കുടുംബമായിട്ട് തന്നെയാണ് സ്നേഹിച്ചത്. എല്ലാവർക്കും നല്ലത് വരാൻ വേണ്ടി മാത്രമേ ഞാൻ എല്ലാം ചെയ്തിട്ടുള്ളൂ. ഓരോരുത്തർക്കും അവർ ആഗ്രഹിക്കുന്ന രീതിയിൽ ജോലി ചെയ്ത് ജീവിക്കാൻ ആഗ്രഹമുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കിയപ്പോ അതിനനുസരിച്ചുള്ള ചില സൗകര്യങ്ങൾ ഞാൻ ചെയ്തു കൊടുത്തു. അല്ലാതെ DKക്കോ ഇവിടെയുള്ള ആർക്കെങ്കിലും ഒരു അപമാനവും ഞാൻ മനഃപൂർവ്വം വരുത്തിയിട്ടില്ല. ഇനി നീ ഒരു അക്ഷരം വേണ്ടി പോരുത്. ഈ വീട്ടിൽ നടന്നതും നടക്കുന്നതുമായ ഓരോ കാര്യങ്ങളും മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാ ഞാൻ സംസാരിക്കുന്നത്. പല തവണ നിന്നെ ഇവിടെ ഇറക്കി വിട്ടിട്ടും അമ്മയുടെ നിർബന്ധം കൊണ്ട് മാത്രമാ നീ ഈ വീട്ടിലേക്ക് തിരിച്ചു വന്നത്. അമ്മയ്ക്ക് വേണ്ടി ഇത്രയും നാൾ ഞാൻ നിന്നെ സഹിക്കായിരുന്നു. എന്റെ അമ്മയും മരുമക്കളും ഭാര്യമാരും ഞാനും ഒരുമിച്ചല്ലാതെ ഊണുമേശയിലിരുന്ന് ആഹാരം കഴിച്ചിട്ടില്ല. ഓരോ കുടുംബത്തിലെ ഊണുമേശയും ഒരു പ്രതീകമാണ്. ആ വീട്ടിലെ ആളുകൾ തമ്മിലുള്ള സ്നേഹത്തിന്റെ പ്രതീകം. നീ കാരണം അതും തകർന്നു. എല്ലാവരും ഭക്ഷണം കഴിക്കാതെ എഴുന്നേറ്റ് പോയിട്ടും നീ ഒറ്റയ്ക്കിരുന്ന് കഴിച്ചു. അതേ DK, ഒരു കുടുംബത്തെ ശിഥിലമാക്കാനുള്ള ഏറ്റവും നല്ല മാർഗം ആഹാരത്തിന് മുന്നിൽ വഴക്കിടുക എന്നുള്ളതാണ്. അത് ഇവൾക്ക് നന്നായിട്ടറിയാം. ഈ വീട്ടിൽ ഐക്യമാണ് ഇവൾ കാരണം ഇല്ലാതായത്. സുപ്രിയ ആന്റിയുടെ പകരക്കാരിയാവാൻ ഇവൾക്കൊരിക്കലും കഴിയില്ല DK. അതുകൊണ്ടെന്താ ഇപ്പൊ എല്ലാവരും അവരവരുടെ മുറിയിലിരുന്ന് ആവശ്യമുള്ള ഭക്ഷണം പുറത്തുനിന്ന് ഓർഡർ ചെയ്ത് വരുത്തി കഴിക്കുന്നു. നിക്കടി അവിടെ.
ഇത്ര നിസ്സാരമായിട്ട് നിന്നെ ഇവിടുന്ന് ഇറക്കി വിടാൻ കഴിയുമെന്ന് ഞാൻ കരുതിയില്ല. സാധാരണ നിനക്കെതിരെ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറഞ്ഞ അവരുടെ തലയെടുക്കുന്നതാണല്ലോ നിന്റെ ശീലം. എന്നിട്ടും ഒരു വാക്ക് പോലും പറയാതെ ഇത്ര നിസ്സാരമായി നീ പരാജയം സ്വീകരിച്ച് ഈ പടിയിറങ്ങുമ്പോ സത്യത്തില് എനിക്ക് അത്ഭുതം തോന്നുന്നു. ഞാൻ കരുതിയത് നീ ഇവിടെ നിൽക്കാൻ വേണ്ടി DKയുടെ കാല് പിടിച്ച് കെഞ്ചി കരയുമെന്നാ. ആ കരച്ചില് കേൾക്കാനാ ഞാൻ കാത്തിരുന്നത്. പക്ഷേ അതുണ്ടായില്ല. എന്നെ ഇറക്കി വിടല്ലേ എന്ന് പറഞ്ഞ് DKയുടെ കാല് പിടിച്ച് കരയുന്ന നിന്റെ ചിത്രം ഞാൻ മനസ്സിൽ കണ്ടിരുന്നു. എന്നിട്ടും എന്താടി നിനക്ക് കരച്ചില് വരാത്തത്? നിനക്കറിയോ, ഇവിടെ നിന്ന് നിന്നെ ഇറക്കി വിടാൻ കാരണം ഞാനാ. ബാങ്ക് ഓഫീസേഴ്സും GST ഓഫീസേഴ്സും വരുന്ന സമയം നിന്നോട് തെറ്റിച്ച് പറഞ്ഞത് ഞാനാ. ഒറ്റ ഫോൺ കോളിൽ നിന്റെ ജീവിതം ഞാൻ തിരുത്തി കുറിച്ചു. ഈ അമരാവതിയിൽ നിന്നും നിന്നെ ദാ ഇതുപോലെ പടിയിറക്കി. ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ നിന്നെ ഇവിടുന്ന് ഇറക്കിവിടാൻ എനിക്ക് ചെലവായത് ഒരു ഫോൺ കോൾ മാത്രം. നിന്നെ കൊണ്ട് ഒന്നും ചെയ്യാൻ കഴിയില്ലെന്ന് ഈ മായ തെളിയിച്ചു. ഓരോ തവണയും പുറത്തായി കഴിയുമ്പോ അടുത്ത നിമിഷം കൂടുതൽ കരുത്തോടെ നീ ഇവിടേക്ക് തന്നെ തിരിച്ചു വന്നു. പക്ഷേ ഇത്തവണ നിനക്കൊരു തിരിച്ചുവരവുണ്ടാവില്ല. ഇപ്പൊ ഈ വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോകുന്നത് എന്നേക്കുമായിട്ടാണ്. ഞാനൊരു കാര്യം മനസ്സിൽ വിചാരിച്ചാൽ അതതുപോലെ നടത്തിയെടുക്കാനും എനിക്കറിയാം. ഇന്നു മുതൽ നീ DKയുടെ ഭാര്യയല്ല, അമരാവതിയിലെ ആരുമല്ല. പൊയ്ക്കോ. ഇനി മേലിൽ നീ ഇവിടേക്ക് വരരുത്. Well done, Maya. You did a great job. ഇവളെന്നെ കെട്ടിപ്പിടിക്കുന്നു. ഇവൾക്കിത് എന്തു പറ്റി? നിനക്ക് എന്നോട് ഇത്രയ്ക്ക് സ്നേഹമുണ്ടെന്ന് ഞാൻ കരുതിയില്ല. നീ ഇപ്പൊ എനിക്ക് ചെയ്തതെന്നുണ്ടല്ലോ ഒരു വലിയ കാര്യം. താങ്ക് യു. എനിക്കിനി ജീവിക്കണ്ട. അങ്ങനെ പറയല്ലേ അമ്മേ. അമ്മ എഴുന്നേക്ക്, നമുക്ക് ഹോസ്പിറ്റലിൽ പോവാം. വേണ്ട, ഇവിടുന്ന് ഒരിടത്തേക്ക് ഞാനില്ല. ഞാൻ ജീവനോടെ ഇരിക്കണം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ഞാൻ ഹോസ്പിറ്റലിലേക്ക് വരണമെങ്കിൽ ജ്യോതി വീട്ടിലേക്ക് തിരിച്ചു വരണം. എനിക്ക് എന്റെ മരുമകൾ ഈ വീട്ടിൽ വേണം. ഇല്ലെങ്കിൽ എനിക്ക് ഭൂമി ജീവിച്ചിരിക്കണ്ട. അമ്മേ, അത് പറ്റില്ല. അത് മാത്രം നടക്കില്ല. അവളെ തിരിച്ചു കൊണ്ടുവരുന്ന പ്രശ്നമേ ഇല്ല. വാശി, അതിന്റെ വാശി ജയിക്കട്ടെ. അമ്മയ്ക്ക് സന്തോഷമേ ഉള്ളൂ. പക്ഷേ നിന്റെ ജീവനോടെ ഈ ഭൂമിയിൽ ഉണ്ടാവില്ല. എന്റെ കർമ്മം ചെയ്യാൻ നിനക്ക് അധികം താമസിക്കേണ്ടി വരില്ല. അമ്മ ഇങ്ങനെ ആവശ്യമില്ലാത്തൊന്നും പറയല്ലേ.
അമ്മ എഴുന്നേക്ക്, നമുക്ക് ഹോസ്പിറ്റലിൽ പോവാം. വേണ്ട, എനിക്കിനി ഒരു ചികിത്സയും വേണ്ട, ഒരു ഡോക്ടറെ കാണണ്ട. എന്റെ മരുമകൾ തിരിച്ചു വന്നല്ലാതെ ഞാനൊരു ഹോസ്പിറ്റലിലേക്കും ആരുടെ കൂടെ വരില്ല. എനിക്കിനി ജീവിക്കാൻ വേണ്ട. മരിച്ച അത്രയും സന്തോഷം. മോനെ, എനിക്ക് എന്റെ മോളെ കാണണം. നീ പോ, എവിടെയെന്ന് വെച്ചാ വിളിച്ചോണ്ട് പോവാ. അവൾ എന്തെങ്കിലും അഭിപ്രായം കാണിക്കുന്നതിന് മുമ്പ് നീ പോയി വിളിച്ചോണ്ട് പോവാ. എനിക്ക് അവളെ കാണണം, എനിക്കെന്റെ ജ്യോതിയെ കാണണം. അമ്മ, ഞാൻ അമ്മയുടെ കാല് പിടിക്കാം. അമ്മ ആദ്യം ഹോസ്പിറ്റലിലേക്ക് പോവാം, പ്ലീസ്. നിനക്ക് ഞാൻ മരിച്ചാലും കുഴപ്പമില്ലല്ലേ? എനിക്ക് മനസ്സിലായി. എന്റെ ജീവിതേക്കാൾ വലുത് നിനക്ക് നിന്റെ ഭാഷയാ. എല്ലാവർക്കും വലുത് അവനെന്റെ ഭാഷയെ ദേഷ്യമൊക്കെയാ. ആയിക്കോട്ടെ, എന്റെ ജീവിതം ഇവിടെ അവസാനിച്ചോട്ടെ. നിങ്ങൾക്ക് ആർക്കും എന്നെ വേണ്ടെങ്കിൽ ഞാൻ പിന്നെ എന്തിനാ ജീവിക്കുന്നേ? ഞാൻ മരിച്ചു പോട്ടെ. എല്ലാരും പൊയ്ക്കോ, എല്ലാരും പോ. എന്റെ അടുത്ത് എല്ലാരും പോകാൻ. എനിക്ക് മരിക്കണം, എനിക്ക് മരിക്കണം. പറയില്ലേ അമ്മേ? തൊടരുതല്ലേ, ആരും തൊടരുത്. എല്ലാരും മുന്നിൽ പോ, പോകാൻ, പോകാനല്ലേ പറഞ്ഞത്? അയ്യോ അമ്മേ, 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 അമ്മ എഴുന്നേക്കമ്മേ. അമ്മേ, അമ്മേ എഴുന്നേക്ക്, നമുക്ക് ഹോസ്പിറ്റലിൽ പോവാം. വാ, എഴുന്നേക്കമ്മേ, നമുക്ക് ഹോസ്പിറ്റലിൽ പോവാം. എണീക്കമ്മേ. വേണ്ട മോനെ, ഞാൻ ഇനി എങ്ങോട്ടുമില്ല. മരിക്കും മുമ്പ് ഒരൊറ്റ ആഗ്രഹമുള്ള എനിക്ക് എന്റെ മോളെ ഒന്ന് കാണണം. എനിക്ക് എന്റെ ജ്യോതി മോളെ കാണണം. നീ പോയി അവളെ കൂട്ടിക്കൊണ്ട് വാ മോനെ. അമ്മ വിഷമിക്കണ്ട, ഞാനിപ്പോ തന്നെ അവള് ഫോൺ വിളിച്ച് പറയാം. ഇത്ര അപമാനിച്ചിട്ട് ഇനി ഫോൺ വിളിച്ച് പറയാനോ? ഇനി ഫോൺ വിളിച്ച ആള് വരുമോ? എടാ കണ്ണ, നീ പോയി വിളിച്ചോണ്ട് വാടാ, ചെല്ല്. എനിക്കൊരു ജ്യോതി മോളെ കാണണം. അവള് വന്നില്ലെങ്കിൽ ഈ ദിവസം ഞാൻ താണ്ടില്ല. ഇതെക്കൊണ്ട് പറ്റില്ല, ഞാൻ ജീവിച്ചിരിക്കില്ല. എന്റെ മോളെ ജ്യോതി. മനസമാധാനം പോയി. ഞാൻ ഇനി എന്റെ അമ്മയെ എന്തു പറഞ്ഞ് സമാധാനിപ്പിക്കും? അവള് ജീവനോടുണ്ടോ ഇല്ലയോ എന്നൊന്നും ഒരു വിവരവും കിട്ടുന്നില്ലല്ലോ. ഇത്രയ്ക്ക് ടെൻഷൻ ഞാൻ എന്റെ ജീവിതത്തിൽ അനുഭവിച്ചിട്ടില്ല. അമ്മയുടെ മുറിയിലുണ്ട്.
കഴിക്ക് കഴിക്ക്. മതി മതി, ഇനി അമ്മ കഴിക്കും. കഴിക്കൂ മോളെ. മൈ സ്വീറ്റ് ഡാർലിംഗ്, കഴിക്കൂ മോളെ. ഇനി ഈ അമ്മ പറയുന്നത് മാത്രം കേട്ടാ മതി കേട്ടോ. ഇനി ഇതുപോലെ ഒരിക്കലും നീ ഇറങ്ങിപ്പോകരുത് കേട്ടോ. എന്നിട്ട് ഞാൻ ഇറങ്ങിപ്പോയപ്പോ അമ്മ തടയാതിരുന്ന എന്താ? അന്നേരേ നിന്റെ ഹീറ്ററേ ഭയങ്കര ഹീറ്റായിരുന്നു. എനിക്ക് നല്ല ദേഷ്യം വന്നു, അതുകൊണ്ടല്ലേ ഞാനും അങ്ങ് ഇറങ്ങിപ്പോയത്. സില്ലി ഗേൾ, എന്റെ മോള് നന്നായിട്ട് വിഷമിച്ചു അല്ലേ ചക്കരെ? കഴിക്കും, വാതർക്ക്. കയ്യിൽ 5 കാശില്ലാതെയാ ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയത്. വെള്ളം കുടിച്ചു. സ്റ്റോപ്പ് ഇറ്റ്. മൈ ഡിയർ സർ, നീ വന്നോ? യു കം. എന്താ ഇത്ര ലേറ്റ് ആയത് മോളെ? സമയം എത്രയായി? സന്ധ്യയായോ? സന്ധ്യ ആയി, പക്ഷേ നട്ടുച്ചയ്ക്ക് സൂര്യൻ ഉദിച്ചു നിൽക്കുന്നത് പോലെ കത്തി ജ്വലിച്ച അമ്മയുടെ മോൻ ഇപ്പൊ നിൽക്കുന്നത്. ഓ, എന്തൊരു ചൂട്! ചൂടാണെങ്കിലേ വേട്ടി കുറച്ച് വാട്ടർ എടുത്ത് സ്പ്രേ ചെയ്താ മതി, ഐസായിക്കോളൂ. പോയി നിർത്തുന്നുണ്ടോ ഈ കുട്ടികളി? ഇവിടെ നിന്ന് ഇറങ്ങി അലഞ്ഞു തിരിയാൻ പോയതാണോ നീ? എവിടെയൊക്കെ അന്വേഷിച്ചു? ആര് പറഞ്ഞു അന്വേഷിക്കാൻ? എന്നെ ഇവിടുന്ന് ഇറക്കി വിട്ടതല്ലായിരുന്നോ? പിന്നെങ്ങനെ? എവിടെയെങ്കിലും പോയി വല്ല വണ്ടി ഇടിച്ച് ചത്താ തലവേദന ഞങ്ങൾക്കല്ലേ? ഇപ്പൊ അമ്മയുടെ നെഞ്ചുവേനൊക്കെ എവിടെ പോയി? ഇവിടെ എന്താ വല്ല മാജിക്കും കാണിച്ചോ? അതോ ഇവിടെ കിടന്നപ്പോ പറന്നുപോയോ? ഐഡിയ ബേട്ട, മൈ ഐഡിയ ക്യാൻ ചേഞ്ച് യുവർ ലൈഫ്. മൈ ബേട്ടി കം, മൈ ഹാർട്ട് അറ്റാക്ക് ഗോ. മൈ ഐഡിയ സക്സസ്. എന്ത് ഐഡിയ? അപ്പോ അമ്മ ഇവിടെ കാണിച്ച അസുഖമൊക്കെ ഡ്രാമയായിരുന്നോ? യെസ് മൈ ഡിയർ സൺ, ഡ്രാമ തന്നെ. ദേ, എന്റെ ഹാർട്ടിന് ഒരു പ്രോബ്ലവും ഇല്ല. ഓ, അല്ല, അറിയാൻ വയ്യാത്തോണ്ട് ചോദിക്കാം. അമ്മയ്ക്ക് എന്താ ഭ്രാന്താണോ? ഞാൻ അനുഭവിച്ച ടെൻഷൻ വലുതും അമ്മയ്ക്ക് പറഞ്ഞാൽ മനസ്സിലാവൂ? ഈ ബേക്കറിക്കാരി എങ്ങോട്ട് പോയെന്നറിയാതെ അന്വേഷിച്ചു പോകുമ്പോ വഴിയിലൊരു പെൺകുട്ടി വണ്ടി ഇടിച്ചു കിടക്കുന്നു. ഞാൻ കരുതി അത് ഇവളാണെന്ന്. ടെൻഷൻ അടിച്ചെന്റെ ജീവൻ പോയി. എന്നിട്ടിപ്പോ രണ്ടാളും കൂടി ഒന്നും അറിയാത്ത പോലെ കഥ പറഞ്ഞ് രസിക്കുന്നോ? മൈ ഡിയർ സൺ, കൂൾ. ഐ ടെൽ. അമ്മ പറയാം, നീ കേക്ക്. നിന്റെ വൈഫിനെ നീ ഇവിടെ ഇറക്കി വിട്ടു. ഇത്രയും കാലം രണ്ടാളും ക്യാറ്റ് ആൻഡ് മൗസ് കളിച്ചല്ലേ? അതിന് നിന്റെ മനസ്സിൽ ഇവളോട് സ്നേഹമുണ്ടോന്ന് ഈ അമ്മയ്ക്ക് അറിയണമായിരുന്നു. ഇപ്പൊ അമ്മയ്ക്ക് മനസ്സിലായി. എന്ത് മനസ്സിലായി? മോനെ ദേവാ, ദേ, ഈ താലി കെട്ടിയത് നിന്റെ കൈകൊണ്ടാണെങ്കിലും അത് തീരുമാനിച്ചതേ ഈശ്വരനാ. ഞാനിപ്പോ ഒരു ചെറിയ നാടകം കളിച്ചപ്പോ കരിമ്പാറ പോലെ ഉറച്ചുന്ന നീ ആകെ ഒന്ന് ആടി ഒലഞ്ഞു. നീ പറഞ്ഞല്ലോ ടെൻഷൻ അടിച്ച് മരിച്ചെന്ന്. എന്തിന്? എന്തുകൊണ്ടാ? മോനെ,
ഇതല്ല ഇതിനപ്പുറം ചാടിക്കിടന്നവളാ ഈ പത്മാവതി അമ്മ. നിന്നെക്കാളും വലിയ തീരുമാനങ്ങൾ എടുത്തിട്ടുള്ള ആളായിരുന്നു നിന്റെ അച്ഛൻ. പക്ഷേ എനിക്കൊരു പനി വന്ന എന്റെ ശബ്ദം ഒന്ന് മാറിയ എന്തിന്? നടക്കുമ്പോ എനിക്കൊന്ന് കാലിലറിയാൻ നിന്റെ അച്ഛന് ടെൻഷനായിരുന്നു. അതെന്തുകൊണ്ടാണെന്നറിയോ? സ്നേഹം കൊണ്ട്. ഭർത്താവ് ഭാര്യയുടെ കഴുത്തിൽ കെട്ടുന്ന താലിയുടെ ബലം അതാണ് മോനെ. അതുകൊണ്ടാ ഇവളിവിടെ നിന്ന് ഇറങ്ങിപ്പോയപ്പോ ഏതോ ഒരു പെണ്ണ് വണ്ടി ഇടിച്ച് മരിച്ചെന്ന് കേട്ടപ്പോ നിന്റെ നെഞ്ചിടിച്ചത്. നിന്റെ ഉള്ളിൽ ഇവളോട് സ്നേഹമുണ്ടെന്നുള്ളതിന്റെ തെളിവാ അത്. കീപ് ഇറ്റ് അപ്പ് മൈ സൺ. നിങ്ങൾ ഇവിടെ എന്തെടുക്കായിരുന്നു? ഉറങ്ങായിരുന്നോ? ഇവള് തിരിച്ചു വന്ന കാര്യം നിങ്ങൾക്ക് എന്നെ വിളിച്ച് പറയാമായിരുന്നില്ലേ? എങ്ങനെ പറയും? അമ്മയുടെ ഉത്തരവല്ലേ. DK വരുന്നത് വരെ ഞങ്ങളുടെയൊക്കെ വായ മൂടിക്കെട്ടിയിരിക്കാൻ അമ്മ ഉത്തരവിട്ടാ പിന്നെ ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഞങ്ങളെ കൊണ്ട് പ്രോമിസ് ചെയ്യിപ്പിച്ചു അമ്മ. അമ്മ ഇത്രയും വലിയ അഭിനയം കാഴ്ചവെക്കുമെന്ന് ആരറിഞ്ഞു? സത്യത്തിൽ അമ്മയ്ക്ക് ഒരു അവാർഡ് ഉറപ്പായിട്ടും കൊടുക്കണം. നിർത്തടി. നീ ആരാടി എനിക്ക് അവാർഡ് തരാൻ? ഇനി മിണ്ടിയാൽ നിന്നെ ഇന്ന് രാത്രി ഇരുട്ടിലേക്ക് ഇറക്കി വിടും ഞാൻ. നിന്റെ ഭാര്യയെ കാണാതായപ്പോ നീ അവളെ അന്വേഷിച്ചു പോയി. ഇത്രയും സമയം എനിക്ക് എങ്ങനെയുണ്ടെന്ന് നീ ഒന്ന് വിളിച്ചു ചോദിച്ചോ? ഇവളെ തിരക്കി നീ ലോകം മൊത്തം കറങ്ങി, ടെൻഷൻ അടിച്ചു. പക്ഷേ എന്റെ കാര്യം നീ മറന്നുപോയി. അതാടാ ഭാര്യയിലുള്ള സ്നേഹം. ഇവളോടുള്ള സ്നേഹം മൂത്തോണ്ടല്ല. ഇവള് വരാതെ അമ്മ ആശുപത്രി പോകില്ലെന്ന് വാശി പിടിച്ചതുകൊണ്ടാ ഞാൻ ടെൻഷൻ അടിച്ചത്. അതിനിടയില് അമ്മയെ വിളിക്കുന്ന കാര്യം ഞാൻ മറന്നുപോയി. അതാ സത്യം. ഓ മൈ ലിറ്റിൽ കണ്ണ, ഞാൻ എന്തായി കാണുന്നത്? നീ ഇങ്ങനെ രാധേ കൃഷ്ണനുമാക്കിയോ? താങ്ക് യു വെരി മച്ച് മൈ സ്വീറ്റ് കണ്ണ. കാണിക്കുന്നു. ഇതെവിടെ പോയി? ഇതെന്താ രണ്ടാളും കൂടെ തപ്പിക്കളിക്കുന്നേ? എന്തെങ്കിലും കളഞ്ഞു പോയോ? ഹലോ, കൊറേ നേരമായല്ലോ ഈ കലാപരിപാടി തുടങ്ങിയിട്ട്. ഇയാൾ എന്തോ തപ്പുന്നേ? ഇവിടെ വെച്ചിരുന്ന ലോക്കർ അവിടെ. എന്താണ് ലോക്കറോ? നിന്നെ പേടിച്ചാ ഞാനിത് ഇവിടെ കൊണ്ടുവന്ന് വെച്ചത്. സത്യം പറയടി, എന്റെ ലോക്കർ നീ അടിച്ചു മാറ്റിയല്ലടി പെരുങ്കളി. ലോക്കർ ഞാൻ അടിച്ചു മാറ്റിയെന്നോ? ഭഗവാന്റെ മുമ്പിൽ വെച്ച് എന്നെ കള്ളിന്ന് വിളിച്ചോണ്ടല്ലോ. പിന്നെ എന്റെ ലോക്കർ അവിടെ പോയി. ആ, എനിക്കെങ്ങനെ അറിയാം? ദേവാ, നിനക്കറിയാം. നീ ദേവാ എന്താ രണ്ടുപേരോട് ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കുന്നേ? അമ്മേ, എന്റെ ലോക്കർ കാണാനില്ല. ഞാനത് ഇവിടെ വെച്ചിരുന്നത്. ഇവളെയാ എനിക്ക് സംശയം. നോ മൈ ഡിയർ സൺ,
ജ്യോതിമോൾ അത് എടുക്കില്ല. പിന്നെ ആരെടുത്തു? എനിക്ക് എന്റെ ലോക്കർ തിരികെ കിട്ടണം. വിളിക്ക, എല്ലാരും വിളിക്ക. എന്താ? അറിയില്ല. എന്താ ഡിക്കെ, എന്തിനാ എല്ലാവരെയും വിളിച്ചത്? അതിനെ നിങ്ങളാരോ ചെയ്യില്ലെന്ന് എനിക്കറിയാം. അയ്യോ മതി മതി മതി. കാര്യം ഞാൻ പറയാം. DK പൂജാമുറിയില് കണ്ണന്റെ അരികിൽ സൂക്ഷിച്ചിരുന്ന ലോക്കർ കാണാനില്ല. നിങ്ങൾ ആരെങ്കിലും അത് എടുത്തിട്ടുണ്ടോന്ന് അറിയാനാ DK നിങ്ങളെല്ലാവരും ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയത്. ഞങ്ങൾക്ക് എന്തിനാ DKയുടെ ലോക്കർ അല്ലേ? എന്തായാലും ഈ വീട്ടിൽ ആരെയും സംശയിക്കണ്ട. പുറത്തുനിന്ന് വന്നവര് നോക്കിയാ മതി. അത് നീ ആരെയാ ഉദ്ദേശിച്ചത്? എന്നെയാണോ? ഞാൻ പുറത്തുനിന്ന് വന്നതാണെങ്കിൽ നീയും ദാ ഇവളുമാരും പുറത്തുനിന്ന് തന്നെ വന്നതാ. അല്ലാതെ ആകാശത്തുനിന്ന് ഈ രൂപത്തിൽ ബ്രഹ്മാവ് അമരാവതിയിൽ കൊണ്ടുവിട്ടതല്ലോ. മതി. എനിക്ക് നിങ്ങളുടെ പരസ്പരമുള്ള ചെളിവാരിയറിയൽ കേൾക്കാൻ താല്പര്യമില്ല. എനിക്ക് എന്റെ ലോക്കർ തിരിച്ചു കിട്ടിയാൽ മതി. എന്റെ ബലമായ സംശയം നിന്നെ തന്നെയാ. അങ്ങനെ ഒരാളെ മാത്രം സംശയിക്കാൻ പാടില്ല. ഈശ്വരാ, ഈ അമ്മ ഇന്നെല്ലാം കുളമാക്കുമെന്ന് തോന്നുന്നു. ആ ലോക്കർ ഇല്ലെങ്കിൽ ഇവിടെ എന്താ മുങ്ങിപ്പോവോ? ഒരു കാര്യം ചെയ്യാം, ഈ വീട്ടിലെ എല്ലാ മുറികളും നമുക്ക് പരിശോധിക്കാം. അയ്യോ, ചതിച്ചു. എന്റെ മുറിയെങ്ങാനും പരിശോധിച്ചു.